ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വേൾഡ് ഓഫ് നോളജ്. ഇന്ന് നമ്മൾ ഹിറ ബൻസോഡയുടെ യശോധര മലയാളത്തിൽ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ആയിരിക്കും. ഹിറ ബൻസോഡ ഒരു മറാത്തി പോയറ്റാണ്. അവർ കൂടുതലായും ദളിത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് രചന നടത്തിയിട്ടുള്ളത്. യശോധര എന്ന് പറയുന്നത് ബുദ്ധയുടെ സിദ്ധാർത്ഥയുടെ ഭാര്യയാണ്. അദ്ദേഹം പാലസും സ്വന്തം ഭാര്യയെയും സ്വന്തം മകനെ ഉപേക്ഷിച്ച് റിക്വയർമെൻറ്റ്സ് ഓഫ് ഹിസ് സോൾ, അദ്ദേഹത്തിൻ്റെ ആത്മാവിന് സോളിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യാനായിട്ട് തൻ്റെ പാലസ് ഉപേക്ഷിച്ച് പോകുന്നു. അപ്പോൾ അവിടെ നഷ്ടമാകുന്നത് യശോധരയ്ക്ക് തൻ്റെ ജീവിതമാണ്. ആ വേദന, അതിൻ്റെ ആഴം ഒക്കെ കാണിച്ചു തന്നുകൊണ്ടും യശോധരയുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ യശോധരയുടെ ഈ ഒരു ത്യാഗം ലോകം അംഗീകരിക്കാതെ പോകുന്നതിനെ പറ്റിയും എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന ചോദ്യം ഹിറ ബൻസോഡ ഉന്നയിക്കുകയാണ്. തൻ്റെ ഭാര്യയെ വിട്ട് പോകുന്ന ബുദ്ധയെ എല്ലാവരും പ്രൈസ് ചെയ്യുമ്പോഴും പുകഴ്ത്തുമ്പോഴും വാഴ്ത്തുമ്പോഴും എല്ലാം നഷ്ടമായിട്ടുള്ള യശോധരയെ പറ്റി ആരും സംസാരിച്ച് കേട്ടില്ല എന്ന് പറയുകയാണ്. കവിതയിലോട്ടേക്ക് കടക്കാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റാൻസയുടെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനിലോട്ടേക്ക് കടക്കാം. ഓ യശോധര, യു ആർ ലൈക്ക് എ ഡ്രീം ഓഫ് ഷാർപ്പ് പെയിൻ, ലൈഫ് ലോങ് സോറോ എന്ന് വെച്ചാൽ ഓ യശോധര എന്ന്, യശോധര എന്നാൽ ബുദ്ധയുടെ വൈഫാണ്. അപ്പോൾ ആ യശോധരയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്, നീ എന്താണ്, നീ ഒരു സ്വപ്നമാണ്, വേദനയുടെ അങ്ങേയറ്റം ഷാർപ്പായിട്ടുള്ള വേദനയുടെ ഒരു സ്വപ്നം പോലെയാണ് നിന്നെ തോന്നുന്നത് എന്ന് പറയുകയാണ്. ലൈഫ് ലോങ് സോറോ, ജീവിതാവസാനം വരെയുള്ള സങ്കടമാണ് എന്ന് പറയുകയാണ്. ഐ ഡോണ്ട് ഹാവ് ദ ഒദാസിറ്റി ടു ലുക്ക് അറ്റ് യു, എനിക്ക് ധൈര്യമില്ല നിന്നെ നോക്കാനായിട്ട് എന്ന് കവി പറയുകയാണ്. വി വെയർ ബ്രൈറ്റൻഡ് ബൈ ബുദ്ധാസ് ലൈറ്റ്, ഞങ്ങളെല്ലാവരും തന്നെ ബുദ്ധയുടെ പ്രകാശത്തിൽ, ബുദ്ധയുടെ വെളിച്ചത്തിൽ എന്താണ് ബ്രൈറ്റൻഡ് ആവുകയാണ്, തിളങ്ങുകയാണ്. But you absorbed the dark until your life was mottled blue and dark, a fragmented life burned out. എന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും ബുദ്ധയുടെ പ്രകാശത്തിലിരിക്കുമ്പോൾ നീ മാത്രം ഇരുട്ടിനെ ആഗിരണം ചെയ്യുകയാണ്, നീ ഇരുട്ടത്താവുകയാണ്, നിൻ്റെ ജീവിതം കത്തി നശിക്കുകയാണ്, ഛിന്ന ഭിന്നമാവുകയാണ് എന്ന് കവി പറയുകയാണ്. നെക്സ്റ്റ് മൂവ്സ് ടു ദ സെക്കൻഡ് സ്റ്റാൻസ. ഓ യശോധര, the tender sky comes to you for refuge, seeing your shining but fruitless life, and the pained stars shed tears. My heart breaks, seeing your matchless beauty, separated from your love, dimming like twilight. Listening to your silent sighs, I feel the promise of heavenly happiness is hollow. ഓ യശോധര, ഓ യശോധര എന്ന് വിളിച്ചുകൊണ്ട് യശോധരയെ അഭിസംബോധന ചെയ്തുകൊണ്ട് കവിയത്രി പറയുകയാണ്, The tender sky comes to you for refuge, seeing your shining but fruitless life. എന്താണ്, നിൻ്റെ തിളക്കമുള്ളതും എന്നാൽ ഫലശൂന്യമായതുമായിട്ടുള്ള ജീവിതം കണ്ടിട്ട് ടെൻഡർ സ്കൈ, ആർദ്രമായ ആകാശം നിങ്ങളെ രക്ഷിക്കുവാനായിട്ട് വരികയാണ് എന്ന് പറയുകയാണ്. കൂടാതെ ആൻഡ് ദ പെയിൻഡ് സ്റ്റാർസ് ഷെഡ് ടിയേഴ്സ്, കൂടാതെ നിങ്ങളുടെ വേദനയിൽ നക്ഷത്രങ്ങളും കണ്ണീർ പൊയ്ക്കുകയാണ്, വേദനിക്കുകയാണ് എന്ന് പറയുകയാണ്. മൈ ഹാർട്ട് ബ്രേക്സ്, എൻ്റെ ഹൃദയം തകരുകയാണെന്ന് കവിയത്രി പറയുകയാണ്. സീയിങ് യുവർ മാച്ച്ലെസ് ബ്യൂട്ടി, നിൻ്റെ മാച്ച് ചെയ്യാൻ പറ്റാത്ത അത്രയും വലിയ സൗന്ദര്യം കണ്ടിട്ട് എന്ന് പറയുകയാണ്. സെപ്പറേറ്റഡ് ഫ്രം യുവർ ലവ്, നീ നിൻ്റെ പ്രണയത്തിൽ നിന്നും വേർപിരിയേണ്ടി വന്നു, വേർപിരിയപ്പെട്ടു എന്ന് പറയുകയാണ്. ഡിമ്മിങ് ലൈക്ക് ട്വിലൈറ്റ്, സന്ധ്യ പോലെ പ്രകാശം മങ്ങി വരികയാണ് എന്ന് പറയാണ്. സന്ധ്യ നമുക്കറിയാം, പകൽ നട്ടുച്ചക്കാലും ഒക്കെ പ്രഭാതത്തിൽ ഉദിച്ചു വരുന്നത് നട്ടുച്ചയ്ക്കാവുന്ന സമയത്ത് പ്രകാശം നിൽക്കുമ്പോൾ സന്ധ്യ ആകുമ്പോൾ അതിൻ്റെ ഒരു മങ്ങലാണ് വരുന്നത്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്, ഡിമ്മിങ് ലൈക്ക് ട്വിലൈറ്റ്, സന്ധ്യ പോലെ മങ്ങി വരികയാണ് എന്ന്. ലിസ്ണിങ് ടു എ സൈലൻ്റ് സൈസ്, നിൻ്റെ നിശബ്ദമായുള്ള നെടുവീർപ്പുകൾ കാണുമ്പോൾ, ശ്രദ്ധിക്കുമ്പോൾ, ഐ ഫീൽ ദ പ്രോമിസ് ഓഫ് ഹെവൻലി ഹാപ്പിനെസ് ഇസ് ഹോളോ, എനിക്ക് തോന്നുന്നത്, എനിക്ക് അനുഭവപ്പെടുന്നത് സ്വർഗീയ സന്തോഷത്തിൻ്റെ വാഗ്ദാനങ്ങളൊക്കെ പൊള്ളയാണ് എന്നാണ് സെക്കൻഡ് സ്റ്റാൻസയിൽ കവയിത്രി പറയുന്നത്. നെക്സ്റ്റ് തേർഡ് സ്റ്റാൻസയിലോട്ടേക്ക് കിടക്കാം. ടെൽ മീ വൺ തിങ് യശോധര, ഹൗ ഡിഡ് യു കണ്ടെയ്ൻ ദ റേജിങ് സ്റ്റോം ഇൻ യുവർ സ്മോൾ ഹാൻഡ്. യശോധരയോട് കവയിത്രി ചോദിക്കുകയാണ്,
നീ എങ്ങനെയാണ് നിൻ്റെ ചെറിയ കൈകൾക്കുള്ളിൽ ഈ കൊടുങ്കാറ്റിനെ, നിൻ്റെ ഉള്ളിൽ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിനെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് എന്ന് കവയിത്രി ചോദിക്കുകയാണ്. കവി ഉദ്ദേശിക്കുന്നത് അത്രയും ആ ഒരു വിങ്ങൽ, തൻ്റെ നല്ല പാതി തന്നെ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോഴുള്ള ആ ഒരു വേദന എങ്ങനെയാണ് നീ അടക്കി പിടിക്കുന്നത് എന്നാണ് കവി ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ വരികളിലൂടെ. ജസ്റ്റ് ദ ഐഡിയ ഓഫ് യുവർ ലൈഫ് ഷേക്സ് ദ എർത്ത് ആൻഡ് സെൻഡ് സ്ക്രീമിംഗ് വേവ്സ് ഡാഷിങ് അഗെയിൻസ്റ്റ് ദ ഷോർ. നിൻ്റെ ജീവിതത്തിൻ്റെ ഗതി, നിൻ്റെ ജീവിതത്തിൻ്റെ ആശയം ഭൂമിയെ തന്നെ കുലുക്കുകയാണ്, ഭൂമിയെ തന്നെ ഇളക്കി മറിക്കുകയാണ്, മനോഹരമായ തിരമാലകളെ തീരത്തേക്ക് അടിച്ചു കയറ്റുകയാണ് എന്ന് കവി പറയുന്നു. You would have remembered while your life slipped by the last kiss of Siddhartha's final farewell, those tender lips. യശോധരയോട് ചോദിക്കുകയാണ് കവയിത്രി ചോദിക്കുകയാണ്, ഓർമ്മയുണ്ടോ, ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്തോർക്കുന്നുണ്ടോ എന്ന്. സിദ്ധാർത്ഥൻ്റെ അവസാന വിടവാങ്ങലിൽ, അവസാന ചുംബനത്തിൽ നിങ്ങളുടെ ജീവൻ വഴുതിപ്പോയത്, ആ ആർദ്രമായ ചുണ്ടുകൾ, ഇതൊക്കെ ഓർക്കുന്നുണ്ടോ, ആ നിമിഷം ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് കവയിത്രി. ബട്ട് വാരൻറ്റ് യു എവർ ടിയർ ഓഫ് ദ ഹാർട്ട് മെൽറ്റിംഗ് ഫയർ ആൻഡ് ദ ഫ്യൂർഫുൾ അവേക്കനിങ് പവർ ഓഫ് ദാറ്റ് കിസ്. പക്ഷേ പ്രിയേ, നീ അറിഞ്ഞിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് കവയിത്രി യശോധരയെ എടുത്ത്. നിൻ്റെ ഹൃദയം ഉരുകുന്ന ആ തീയെക്കുറിച്ച് നീ അറിഞ്ഞിരുന്നില്ലേ? ഭയാനകമായിട്ടുള്ള ആ ഒരു പവർ, ആ ഒരു ചുംബനത്തിൻ്റെ പവർ നീ അറിഞ്ഞിരുന്നില്ലേ എന്ന് കവയിത്രി ചോദിക്കുകയാണ്. അപ്പോഴൊന്നും നീ അറിഞ്ഞിരുന്നില്ലേ നിൻ്റെ ഉള്ളിലുള്ള തീയെക്കുറിച്ച്, നിൻ്റെ ഉള്ളിൽ ഉരുക്കി മറിയുന്ന, നിൻ്റെ ഹൃദയത്തെ ഉരുക്കുന്ന ആ ഒരു തീനാളത്തെക്കുറിച്ച് നീ അറിഞ്ഞിരുന്നില്ലേ? നിന്നെ ഉപേക്ഷിച്ചു പോകുന്ന നിൻ്റെ ഭർത്താവിനെ തടയാൻ പറ്റാതെ നീ ഉരുകുന്നത് നീ അന്നേരം അറിഞ്ഞിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് കവയിത്രി. ലൈറ്റനിങ് ഫെൽ ആൻഡ് യു ഡിഡ്ന്റ് നോ ഇറ്റ്. ഹി വാസ് മൂവിങ് ടുവേർഡ്സ് എ ഗ്രേറ്റ് സ്പ്ലെൻഡർ far from the place you lay. കവയിത്രി ചോദിക്കുകയാണ്, മിന്നൽ വീണു നീ അറിഞ്ഞില്ലേ? യശോദയോട് ചോദിക്കുകയാണ്, മിന്നൽ വീണു നീ അറിഞ്ഞില്ലേ? നീ കിടന്ന സ്ഥലത്തു നിന്നും വളരെ അകലെ ഒരു വലിയ തേജസ്സിലേക്ക് അവൻ നീങ്ങുകയായിരുന്നു, ഇതൊന്നും നീ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ്. He was moving towards a great splendor far from the place you lay. He went, he conquered, he shone. അവൻ പോയി, അവൻ കീഴടക്കി, അവൻ തിളങ്ങി. While you listen to the songs of his triumph, your womanliness must have wept. അവൻ്റെ വിജയഗാനങ്ങൾ കേട്ടപ്പോൾ, ബുദ്ധയുടെ വിജയഗാനങ്ങൾ കേട്ടപ്പോൾ, സിദ്ധാർത്ഥൻ്റെ വിജയഗാനങ്ങൾ കേട്ടപ്പോൾ നിൻ്റെ സ്ത്രീത്വം കരഞ്ഞിട്ടുണ്ടാകാമെന്ന് കവയിത്രി പറയുകയാണ്. You who lost a husband and son must have felt uprooted like the tender banana plant. ഭർത്താവിനെയും മകനെയും നഷ്ടപ്പെട്ട നീ ഇളം വാഴയെപ്പോലെ വേരോടെ പിഴുതെറിയപ്പെട്ടതായിട്ട് തോന്നിയിട്ടുണ്ടാകാമെന്ന് കവയിത്രി പറയുന്നു. But history doesn't talk about the great story of your sacrifice. If Siddhartha had gone through the charade of Samadhi, a great epic would have been written about you. You would have become famous in Purana and palm leaf like Sita and സാവിത്രി. കവയിത്രി പറയുകയാണ്, പക്ഷേ ചരിത്രം നിൻ്റെ ത്യാഗത്തിൻ്റെ മഹത്തായ കഥകളൊന്നും പറയുന്നില്ല, എവിടെയും കുറിച്ചിട്ടുമില്ല. കവയിത്രി പറയുകയാണ്, സിദ്ധാർത്ഥൻ സമാധിയുടെ ഭ്രമത്തിലൂടെ കടന്നു പോയിരുന്നുവെങ്കിൽ നിങ്ങളെക്കുറിച്ചൊരു മഹത്തായ ഇതിഹാസം എഴുതപ്പെടുമായിരുന്നു എന്ന്. സീതയെയും സാവിത്രിയെയും പോലെ നീയും പുരാണത്തിലും താളിയോലകളിലും പ്രശസ്തയാകുമായിരുന്നു എന്ന് കവയിത്രി പറയുകയാണ് യശോധരയോട്. ലാസ്റ്റ് സ്റ്റാൻസയിലോട്ടേക്ക് കടക്കാം. I am ashamed of the injustice. You are not to be found in a single Buddhist vihara. Where you really of no account? But wait, don't suffer so. I have seen your beautiful face. You are between the closed eyelids of Siddhartha's Yeshu, just you. Okay, meaning നോക്കാം. I am ashamed of the injustice. ഈ അനീതിയിൽ ഞാൻ, അതായത് കവയിത്രി ലജ്ജിക്കുന്നു എന്ന് പറയുകയാണ്. ഈ അനീതിയിൽ ഞാൻ ലജ്ജിക്കുന്നു. You are not to be found in a single Buddhist vihara. ഒരൊറ്റ ബുദ്ധമത വിഹരയിലും നിങ്ങളെ കണ്ടെത്താൻ കഴിയില്ല എന്ന് പറയുകയാണ് കവയിത്രി യശോധരയോട്. Were you really of no account? കവയിത്രി ചോദിക്കുകയാണ്, നിങ്ങൾ ശരിക്കും വിലയില്ലാത്തവരായിരുന്നോ എന്ന്.
But wait, don't suffer so. I have seen your beautiful face. You are between the closed eyelids of Siddhartha. യേശു ജസ്റ്റ് യു. പക്ഷേ കാത്തിരിക്കൂ എന്ന് കവയിത്രി പറയുകയാണ്. അങ്ങനെ സഫർ ചെയ്യരുത് അല്ലെങ്കിൽ കഷ്ടപ്പെടരുത് എന്ന് പറയുകയാണ്. നിങ്ങളുടെ മനോഹര മുഖം ഞാൻ കണ്ടു. സിദ്ധാർത്ഥയുടെ അടഞ്ഞ കൺപോളകൾക്കിടയിലാണ് അത് കണ്ടത്. യേശു ജസ്റ്റ് യു. യേശു നീ മാത്രം എന്ന് പറയുകയാണ്. ഫോർ വാച്ചിങ് ദിസ് വീഡിയോ, ഇഫ് ഇറ്റ് ക്യാൻ ഹെൽപ്സ് യു, please do like, share, comment and subscribe to my channel.